പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്നലെ ആരംഭിച്ച ആ പഠനത്തിലാണ് നാം തുടരുന്നത്. യേശു കർത്താവിൻ്റെ മനുഷ്യത്വം. ഇന്നലെ നാം ചിന്തിച്ചത് എന്തുകൊണ്ട് ഈ വിഷയം പ്രസക്തമാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. യേശു കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം പ്രസക്തമാകാൻ കാര്യം, ഇന്ന് വ്യാപകമായി ഒരു ഇഗ്നറൻസ് ഉണ്ട്. യേശു കർത്താവിനെ കുറിച്ച് തന്നെയുള്ള ഒരു വ്യക്തമായ ചിത്രമില്ലാത്ത ഒരു അവ്യക്തത ആത്മീയ സമൂഹത്തിലുണ്ട്. മറ്റ് പലതും ഉണ്ടെങ്കിലും ക്രിസ്തുവിനെ എവിടോ നഷ്ടമാക്കിയ ഒരു സമൂഹമായി നാം മാറുന്നു. 2 നമ്മൾ ചിന്തിച്ചത്, 1 യോഹന്നാനിൽ ദുരുപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഡൊസറ്റിസം പോലുള്ള ദുരുപദേശങ്ങൾ നിമിത്തം യേശു കർത്താവിൻ്റെ മനുഷ്യത്വം നിഷേധിക്കുന്നവർ അന്നു മുതലേ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഖണ്ഡിക്കുന്ന അപ്പോസ്തലൻ വളരെ അസന്നിഗ്ധമായി പറയുന്നത്, യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിച്ചാൽ പിന്നെ നമ്മുടെ നിത്യജീവൻ തന്നെ ചോദ്യചിഹ്നമാണ്. അവസാനമായി ഇന്നലെ നാം കണ്ടത് ഒരു ഭക്തിയുള്ള ജീവിതത്തിന്റെ രഹസ്യമാണ്, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡ അവതാരം, ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമാണ്. അതെന്തിനാണെന്ന് നമുക്ക് തിരുവെഴുത്തിന്റെ താളുകളിൽ നിന്ന് അനവധി വിശാലമായ ഉത്തരങ്ങൾ വീണ്ടെടുപ്പിനോടും നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നാം കണ്ടെത്തുമ്പോൾ തന്നെ ഒരു പരമപ്രധാനമായ ലക്ഷ്യം, അവിടുത്തെ മനുഷ്യ അവതാരം ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ഭക്തിപൂർവമായി കർത്താവ് ആഗ്രഹിക്കുന്ന പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിൻ്റെയും ഒരു മാതൃകയും മാനദണ്ഡവുമായിട്ടാണ്. ദ മോഡൽ ആൻഡ് എക്സാമ്പിൾ ഓഫ് എ ലൈഫ് പ്ലീസിംഗ് ടു ദ ഫാദർ. അതാണ് 1 യോഹന്നാൻ 2:6 ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരുവാണെങ്കിൽ, 1 യോഹന്നാൻ 2:6 ഇങ്ങനെയാ പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുവിൽ വസിക്കുന്ന വ്യക്തി, യേശുവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന വ്യക്തി യേശു നടന്നതുപോലെ നടക്കണം. ഹി മസ്റ്റ് വാക്ക് ലൈക്ക് ജീസസ് വാക്ക്ഡ്. യേശുവിൻ്റെ മനുഷ്യത്വത്തിലുള്ള ജീവിതം ഓരോ ദൈവ പൈതലിന്റെയും ജീവിത മാതൃകയാണ്. ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് ലൈഫ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും ഈ വിഷയം വളരെ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ വേറൊരു നിലയിലാണ് കാണുന്നത്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് സിംപ്ലി ഇമിറ്റേറ്റിംഗ് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെ അനുകരിക്കുക, അതാണ് അവൻ നടന്നതുപോലെ നടക്കുക. യേശു കർത്താവ് ദൈവമായി മാത്രം ഈ ഭൂമിയിൽ വന്നായിരുന്നെങ്കിൽ, അവിടുത്തേക്കൊരു മനുഷ്യ പ്രകൃതമില്ലായിരുന്നെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നത് ഒരു അസംഭവ്യമായ കാര്യമായനെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ എൻ ഇംപോസിബിൾ ടാസ്ക്. പക്ഷേ അവിടുത്തെ ജ്ഞാനത്തിൽ, അവിടുത്തെ സർവജ്ഞാനത്തിൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ്, ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ആയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? യേശു സമ്പൂർണമായ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ? അതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത് എന്താ? ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. യേശു കർത്താവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ബൈബിൾ നൽകുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. എഴുതിയെടുക്കുന്നവർക്ക് അത് സഹായകരമാകും. യേശു കർത്താവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് ബൈബിൾ നൽകുന്ന കൃത്യമായൊരു നിർവചനം ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം വായിച്ചിട്ട് മലയാളത്തിൽ അത് തർജ്ജിമ ചെയ്യാം. ജീസസ് ക്രൈസ്റ്റ് വാസ് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ ഇൻ വൺ പേഴ്സൺ ആൻഡ് വിൽ ബി സോ ഫോർ എവർ. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കേന്ദ്ര പുരുഷനായ യേശു കർത്താവ് ആരാണ്? അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഒരാളത്വത്തിൽ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി തൻ നിത്യത മുഴുവൻ അതേ സ്ഥിതിയിലായിരിക്കും. ഹി വിൽ ബി ഫോർ എവർ ലൈക്ക് ദാറ്റ്. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ വന്ന കർത്താവ് പൂർണ്ണ ദൈവം മാത്രമല്ല, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ടു നേച്ചേഴ്സ്, 2 പ്രകൃതങ്ങളാണ്.
ദൈവപ്രകൃതവും മനുഷ്യപ്രകൃതവും കലർന്ന് മിക്സായിട്ടല്ല, അതൊരു യൂണിയനായി. അതിനെ തിയോളജിക്കലി പറയുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഒരു വ്യക്തിയിൽ ഈ രണ്ട് പ്രകൃതങ്ങൾ സമ്മേളിക്കുകയാണ്, ജോയിന്റ് ആകുകയാണ്. ആ രണ്ട് പ്രകൃതങ്ങൾ ചേർന്ന് ഒരു വ്യക്തിയായി മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിനായി വെളിപ്പെട്ട യുഗപുരുഷനാണ്, ദൈവപുത്രനാണ്, നിത്യപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുത്തെ ഈ രണ്ട് പ്രകൃതവും, ഒരു വ്യക്തിയിൽ ഈ രണ്ട് പ്രകൃതം, ഫുള്ളി ഗാഡ് ആൻഡ് ഫുള്ളി മാൻ, 100% ഗാഡ് 100% മാൻ, ഈ പ്രകൃതം, ഈ രണ്ട് പ്രകൃതവും സമ്മേളിക്കുന്ന ഈ വ്യക്തിത്വം, ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അത് അവിടുത്തെ ജഡാവതാരത്തിൽ മാത്രം പരിമിതപ്പെടുകയല്ല. ഹി വിൽ ബി ലൈക്ക് ദാറ്റ് ഫോർ എവർ. അദ്ദേഹം നിത്യത മുഴുവനും പൂർണ്ണ ദൈവവും പൂർണ്ണ മാനവികത ഉള്ളവനായി വിളങ്ങുകയാണ്. അതാണ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന ഈ വെളിപ്പാടിന്റെ ഒരു ലഘുവായ നിർവചനം. യേശുക്രിസ്തു ഒരു വ്യക്തിത്വത്തിൽ തന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി എന്നേക്കും അങ്ങനെ ആയിരിക്കും. ആരാണ് യേശു കർത്താവ്? ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഏക ദൈവത്തിലെ രണ്ടാം ആളത്വമാണ്. ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റി. ആരംഭമില്ല, അവസാനമില്ല, നിത്യപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് യോഹന്നാൻ 1:1 നാം വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദ വേർഡ്, കർത്താവായ യേശു ക്രിസ്തു ആദിയിൽ അവിടുന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആരംഭമില്ല, യുഗങ്ങൾ മുതൽ ആരംഭമില്ലാത്ത നിത്യപുത്രൻ, ദ ഇറ്റേണൽ സൺ ഓഫ് ഗോഡ് വാസ് ദേർ. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ പഠിക്കേണ്ട പദങ്ങളാണ്. കൂടെ എന്ന മലയാളത്തിലെ വാക്ക് യവനായ ഒരു പ്രയോഗമാണ്, പ്രോസ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് യവനായ വാക്ക് പ്രോസ് എന്ന ഒരു വാക്കാണ്. അത് എടുത്തു പറയാൻ കാരണം, ഈ പ്രോസ് എന്ന വാക്ക് കൂടെ എന്ന ആശയത്തിലും ആഴമുള്ളതാ. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ ഒരു അല്പം കൂടെ കൃത്യമായ തർജിമ വചനവും ദൈവവും, അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പിതാവായ ദൈവവും പുത്രനും, ഈ നിത്യപുത്രനും മുഖാമുഖ കൂട്ടായ്മയിലായിരുന്നു. The Father and the Son, the Word and God the Father, വചനവും പിതാവായ ദൈവവും, they were in face to face intimate communion. മുഖാമുഖ കൂട്ടായ്മയിൽ അനാദി നിത്യത മുതൽ, ആരംഭമില്ല യുഗം മുതൽ പിതാവും പുത്രനും നിത്യ കൂട്ടായ്മയില്ല. ആരംഭമില്ല. പുത്രൻ തമ്പുരാന്, ത്രിയേക ദൈവത്തിലെ രണ്ടാം ആളത്വമായ യേശു കർത്താവിന് ആരംഭമില്ല. ആരംഭമില്ലാത്ത ദൈവമാണ് അവിടുന്ന്. എന്നാൽ അവിടുത്തെ ജഡയവതാരത്തിന്, അവിടുത്തെ മാനവികതയ്ക്ക്, ആ ഹ്യൂമാനിറ്റി ഓഫ് ജീസസിന് ഒരാരംഭമുണ്ട്. വളരെ ശ്രദ്ധിച്ച് എന്നെ കേൾക്കണം. വളരെ കാതലായ ദൈവശാസ്ത്ര വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം എന്ന് പറയുന്ന ദൈവവചനത്തിലെ ഏറ്റവും പ്രസക്തമായ സത്യങ്ങളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് വളരെ വികാരത്തിൽ നാം പ്രതികരിക്കുന്നു, തെറ്റില്ല. നമ്മുടെ എല്ലാ വികാര തലങ്ങളും, ആത്മാവ്, മനസ്സ്, ശരീരം മുഴുവനുമായി ഈ കർത്താവിന് ആരാധനയായി, ഈ കർത്താവിന് യാഗമായി അർപ്പിക്കേണ്ടതാകുന്നു. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന, നമ്മളെ വില കൊടുത്ത് വാങ്ങിയ ഈ കർത്താവിനെ കുറിച്ച് തിരുവെഴുത്തിൽ കൂടി കൃത്യമായ ബോധ്യം കൈവരിക്കേണ്ടതാകുന്നു. അതിന് കർത്താവ് ഈ പഠനങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. ഇറ്റേണൽ സണ്ണിന്, നിത്യപുത്രന്, യേശു കർത്താവ് എന്ന ദൈവപുത്രന് ആരംഭമില്ല. പക്ഷെ അവിടുത്തെ ഹ്യൂമാനിറ്റിക്ക്, അവിടുത്തെ മനുഷ്യത്വത്തിന് ഒരു ആരംഭമുണ്ട്. അതാണ് ബൈബിൾ നൽകുന്ന വെളിപ്പാട്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇന്ന് നാം ഈ ഭാഗങ്ങളാണ് അല്പമായി ചിന്തിക്കാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ ഇൻകാർണേറ്റ് സൺ ഇതാരാ? ദാവീദിന്റെ പുത്രനാ. ഈ ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ, അവിടുത്തെ ജഡ അവതാരം, അവിടുത്തെ മനുഷ്യത്വം, ആ മനുഷ്യത്വത്തെ വിശേഷിപ്പിക്കുന്നത് ആരംഭമുള്ള എന്ന് പറഞ്ഞാൽ മറിയയുടെ ഉദരത്തിൽ ആ മനുഷ്യത്വത്തിന് ഒരു ആരംഭമുണ്ടായി. ഹിസ് ഡിവിനിറ്റി ഹാസ് നോ ബിഗിനിങ്,
But his humanity began in the womb of Mary. അതെങ്ങനെയാണെന്ന് അല്പം കൂടെ കഴിയുമ്പോൾ ഞാൻ വ്യക്തമാക്കാം. ഒരു സ്റ്റേറ്റ്മെന്റൂടെ ഞാൻ പറയുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് അത് ക്രോഡീകരിക്കുന്നതായിരിക്കും. The divine nature of the eternal Son was miraculously joined together with the created human nature. അവിടുത്തെ ദിവ്യ പ്രകൃതം മറിയയുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യപ്രകൃതമായി ചേർന്ന് സമ്മേളിച്ചു വന്ന ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ആ നിത്യനായ ദൈവം മനുഷ്യത്വം ധരിക്കുന്ന ആ പ്രക്രിയയുടെ പേരാണ് ഇൻകാർണേഷൻ, ജഡ അവതാരം. ഒരു പൂർണ്ണ മനുഷ്യപ്രകൃതമുള്ളവനായി, മനുഷ്യപ്രകൃതത്തിന്റെ എല്ലാ പരിമിതികളും ഉള്ളവനായി യേശു കർത്താവ് ഈ ഭൂമിയിൽ ജാതനായി. അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് യേശു കർത്താവിന്റെ ജനനത്തെ സംബന്ധിക്കുന്ന ആ വിവരണങ്ങൾ ഏറ്റവും വ്യക്തമായി നാം പുതിയ നിയമത്തിൽ കാണുന്നത്. ലൂക്കോസ് 1:31 മറിയയുടെ മകനായ ഒരുവൻ ജനിക്കുന്ന ആ പ്രവചന സൂക്തം നാം കാണുന്നു, ഗബ്രിയേൽ ദൂതന്റെ വാമൊഴിയായി. മറിയയുടെ മകനായി ജനിക്കുന്ന ഈ പൈതൽ മറിയയുടെ മകൻ മാത്രമല്ല, ദാവീദിന്റെ മകനാണെന്ന് 32-ാം വാക്യം പറയുന്നു. അതേ 32-ാം വാക്യം പറയുന്നത് അത്യുന്നതന്റെ പുത്രനാണ്. 35-ാം വാക്യം പറയുന്നത്, ഇതെല്ലാം ലൂക്കോസ് 1-ാം അധ്യായമാ, ദൈവപുത്രനാണ്. ഒരേ പാസേജിൽ മറിയയുടെ മകനായും ദാവീദ് പുത്രനായും അത്യുന്നതന്റെ പുത്രനായിട്ടും ദൈവപുത്രനായിട്ടും വിശേഷിപ്പിക്കുന്നു. ഒരേ വ്യക്തിയെ ഈ വിവിധ വിശേഷണങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് they are pointing to the two natures of Jesus. അവിടുത്തെ മനുഷ്യത്വത്തിൽ അവിടുന്ന് ദാവീദിന്റെ പുത്രനാ, അവിടുത്തെ മനുഷ്യത്വത്തിൽ അവിടുന്ന് മറിയയുടെ മകനാണ്, തെറ്റില്ല. പക്ഷെ അവിടുത്തെ ദൈവത്വത്തിൽ അവിടുന്ന് അത്യുന്നതന്റെ പുത്രനാ. He is the son of the most high God. അത്യുന്നതനായവന്റെ പുത്രനാണ്. He is fully divine and fully human. അവിടുന്ന് പൂർണ്ണമായി മനുഷ്യനും പൂർണ്ണമായി ദൈവവുമാകുന്നു. അതെങ്ങനെ സംഭവിക്കും? മറിയ ചോദിച്ചതാണ്. ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, അതെങ്ങനെയാ സാധ്യമാകുന്നത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. വിശുദ്ധ പ്രജയാണ് ജനിക്കാൻ പോകുന്നത്. ദ മിറക്കിൾ ഓഫ് ഇൻകാർണേഷൻ. ഈ ലോകത്തിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ വ്യക്തികളും സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടി പുറത്തു വരുമ്പോൾ ആദാമ്യ പാപത്തിന്റെ കളങ്കമേശാതെ വണ്ണം സ്ത്രീയിൽ കൂടി താൻ ജനിച്ചുവെങ്കിലും ഒരു പുരുഷ സംബന്ധം കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത്ഭുത പ്രജയായി ജനിച്ചവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ബിക്കോസ് ഓഫ് ദി ഇൻകാർണേഷൻ. മറ്റേതെങ്കിലും നിലയിലായിരുന്നു കർത്താവ് വീഴുന്നെങ്കിൽ നമ്മൾ പറയുന്ന ഈ ആശയം തെറ്റിപ്പോയേനെ, അത് അസംഭവ്യമായി തീർന്നേനെ. പക്ഷേ ഇൻകാർണേഷൻ, ജഡ അവതാരം എന്ന അത്ഭുതത്തിൽ കൂടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവം എന്ന നിലയിൽ തനിക്ക് ആരംഭമില്ല, അവിടുന്ന് നിത്യനാണ്. പക്ഷെ അവിടുത്തെ മനുഷ്യത്വം ആരംഭിച്ചത് ഈ മഹാ അത്ഭുതം മറിയുടെ ഉദരത്തിൽ നടന്നപ്പോൾ മനുഷ്യത്വത്തെ ദൈവത്വം ധരിക്കുകയാണ്. അത് അല്പമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ അത്യുന്നതന്റെ ശക്തി നിഴലിട്ട് ഈ വിശുദ്ധ പ്രജ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനാകുന്ന അത്ഭുതത്തെ പൗലോസ് മറ്റൊരു നിലയിലാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഭാഗത്തേക്കാണ് അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുകയാണ്. അതിന്റെ പശ്ചാത്തലം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് നമുക്കത് വായിക്കാം. ഫിലിപ്പിയ സഭയിൽ ചില പ്രിയപ്പെട്ടവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമെന്നോ സൗന്ദര്യപ്പിണക്കമെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഒരു ഡിസ്അഗ്രിമെന്റ് ഉണ്ട്. 4-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ വായിച്ചാൽ യൂദിയ സിന്തക്കി എന്ന് പറയുന്ന ആ 2 സഹോദരിമാർ തമ്മിൽ അങ്ങോട്ട് അത്ര ഒരു രമ്യതയിലല്ല പോകുന്നത്. എന്നാ അവരോട് രമ്യതപ്പെടുവാനും സഭയിൽ യൂണിറ്റി, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി എന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കണം.
ബി ഓഫ് വൺ മൈൻഡ്. ഓരോരുത്തരും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുകയല്ല, ഓരോരുത്തർ മറ്റുള്ളവന്റെ ഗുണം, തന്നെക്കാൾ അധികം മറ്റുള്ളവനെ പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് 2:5 പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ. അതാ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് വരിക. യേശു കർത്താവ് ദൈവമായി മാത്രം വിളങ്ങിയ ഈ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവമായി മാത്രമാണ് വെളിപ്പെട്ടിരുന്നെങ്കിൽ പൗലോസ് പറയുന്നത് യുക്തിക്ക് ചേരത്തില്ല. കാരണം ദൈവത്തെ ഒരു ശേഷം മനുഷ്യൻ അനുകരിക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിലുള്ള അതേ ഭാവം എന്നെ പോലെ ഒരു ആദാമ്യ പ്രകൃതമുള്ള വെറും പൊടിയായ മനുഷ്യൻ എങ്ങനെ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ആ മാതൃക, ആ ഭാവം ഇങ്ങോട്ട് പകർത്താൻ എങ്ങനെ കഴിയും? അവിടുന്ന് ദൈവം, അവിടുന്ന് നിത്യൻ, ഞാൻ ഭൗമികനായ മനുഷ്യനാ. ഒരു മനുഷ്യന് ദൈവത്തെ അനുകരിക്കുന്നതിലും ദൈവത്തിന്റെ ഭാവത്തെ സ്വീകരിക്കുന്നതിലും ഒരു പരിധിയില്ലേ? അപ്പോഴാണ് ഒരു കാർമൻ ക്രിസ്റ്റി എന്നൊക്കെ ലത്തീനിൽ പറയുന്ന ഒരു പദ്യരൂപേണ പൗലോസ് യേശു കർത്താവിന്റെ ജഡ അവതാരത്തെയും താഴ്ചയും പദ്യരൂപേണ നമ്മുടെ മുൻപിൽ വിവരിക്കുക. യേശു കർത്താവിന്റെ അതേ ഭാവം നമ്മളിൽ വരണമെന്ന് പറയുമ്പോൾ ആ ഭാവം എങ്ങനെയാണ് നമ്മളിൽ ആവിർഭവിക്കുന്നത്? ആ ഭാവം എങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്? ആ ഭാവം ഏറ്റെടുക്കുവാൻ മാത്രം യേശു കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവിനെ പോലെ താഴ്മ ധരിക്കണമെന്ന് പറഞ്ഞാൽ ആ താഴ്മയുടെ ഭാവം എന്നിൽ വരണമെങ്കിൽ അവിടുന്ന് താഴ്മ എത്രമാത്രം ഏറ്റെടുത്തു എന്ന് പൗലോസ് വിവരിക്കുകയാണ്. 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചാലും നമ്മൾ ഒരുമിച്ച് ആ വാക്യങ്ങൾ ധ്യാനിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നോക്കി. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ വാക്കും ഓരോ പ്രയോഗവും വളരെ വളരെ അർത്ഥവത്താണ്. പൗലോസ് പറയുന്നത് യെസ്, ജീസസിന്റെ ഭാവം വരണം. എന്താണ് ജീസസിന്റെ ഭാവം? ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസിനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്ന ആ അത്ഭുതത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ദൈവമക്കളിൽ വെളിപ്പെടേണ്ട ഹ്യൂമിലിറ്റിയെ പൗലോസ് ചിത്രീകരിക്കുന്നത്. 6-ാം വാക്യം പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ഹി വാസ് ഇൻ ദ വെരി നേച്ചർ ഓഫ് ഗോഡ്. അവിടെ വളരെ ശ്രദ്ധിക്കണമേ, ദൈവരൂപം. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. രൂപം എന്ന വാക്ക് അതിനൊരു യവനായ പ്രയോഗമുണ്ട്. ഞാൻ പുതിയ നിയമം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് പുതിയ നിയമത്തെ അതിൻ്റെ മൂലഭാഷയിൽ മനസ്സിലാക്കുവാനും ആ നിലയിൽ ആണ് പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന ബ്രാഞ്ചിന്റെ പഠനം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ പഠിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ അവസരം കിട്ടിയപ്പോഴാണ് എൻ്റെ കണ്ണ് ഈ ആത്മീയ സത്യങ്ങളിൽ അല്പം കൂടെ വിശാലമായും ഗഹനമായും തുറക്കപ്പെടാൻ കാരണമായത്. നോക്കിയേ, ആ വാക്ക് താൻ ദൈവരൂപം. ആ രൂപം എന്ന വാക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. രൂപം എന്ന വാക്ക് മോർഫേ എന്ന യവനായ വാക്കിൽ നിന്നാണ് രൂപം എന്ന വാക്ക് വരുന്നത്. രൂപം എന്ന വാക്കിന് മലയാളത്തിൽ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രൂപം എന്ന് പറഞ്ഞാൽ മറ്റെന്തിൻ്റെയോ ഒരു ഇമിറ്റേഷൻ, അല്ലെങ്കിൽ അതേ രൂപം, അല്ലെങ്കിൽ പുറത്തെ ചില ഭാവങ്ങളെയാണ് രൂപമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. മക്കളെ, ഒരു വീട്ടിലെ കുട്ടിയെ നോക്കിയാൽ അപ്പന്റെ അതേ മൂക്കാണ്, അമ്മയുടെ അതേ ചെവിയാണെന്ന് പറയുന്നത് പോലെ രൂപം എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിത്രം പുറമേ ഉള്ള ആകൃതിയും പുറമേ ഉള്ള രൂപ ഭംഗിയൊക്കെയാണ്. പക്ഷെ രൂപം എന്ന വാക്ക് മലയാള ഭാഷയുടെ ഒരു തർജിമയിലെ ഒരു പരിമിതി എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് തത്തുല്യമായ വാക്കില്ലാത്തതായിരിക്കാം. മോർഫ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് പുറത്തെ ഒരു ഷേപ്പ് അല്ല, ഔട്ട്വേർഡ് ഷേപ്പ് അല്ല. ഇറ്റ് ഈസ് അബൌട്ട് ഇന്നർ നേച്ചർ ആൻഡ് സബ്സ്റ്റൻസ്. ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ അന്തസ്സത്തെ, അതിൻ്റെ ഉൾക്കാമ്പിനെ, അതിൻ്റെ യഥാർത്ഥമായ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ ആന്തരിക പ്രകൃതം, ആ ഇന്നർ ക്വാളിറ്റി, അതാണ് മോർഫ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഫോം അല്ലെങ്കിൽ രൂപം, ഇംഗ്ലീഷ് വാക്കായ ഫോം പോലും ഔട്ട്വേർഡ് അപ്പിയറൻസ് ആയിട്ടാണ് പലപ്പോഴും അർത്ഥമാക്കപ്പെടുന്നത്.
ഒരു വസ്തുവിന്റെ ഷേപ്പോ അതിന്റെ ആകൃതിയൊക്കെയാണ് രൂപം എന്ന വാക്ക് നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്ന ആശയം. പക്ഷേ യവനായ വാക്കായ മോർഫെ എന്ന് പറയുന്നത് ഏറ്റവും അന്തസത്തായി ഉള്ള, ഏറ്റവും ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ പ്രകൃതമോ സ്വഭാവമാണ് രൂപം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ഇന്നർ സബ്സ്റ്റൻസ്, നോട്ട് ദി ഔട്ടർ ഷേപ്പ്. എടുത്തു പറയാൻ കാരണം, ദൈവ രൂപത്തിലിരിക്കുക എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഓ ദൈവത്തെ പോലെ എന്തൊക്കെ ഒരു രൂപവും ഒരു പുറമെ ഒരു ഭാവവും യേശുവിന് ഉണ്ടായിരുന്നെന്നല്ല അർത്ഥം. ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ പ്രകൃതം എന്താണ്, അതേ പ്രകൃതമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ. ഹി ഹാഡ് ദ സെയിം സബ്സ്റ്റൻസ്, സെയിം സാരാംശം. ആ വാക്കാണ് മോർഫെ എന്ന വാക്ക്, സാരാംശവുമായിട്ട് ചേർന്ന് പോകുന്ന വാക്കാണ്. ട്രിനിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ആൻഡ്രൂസ് പാസ്റ്റർ ഒക്കെ ഈ വിഷയങ്ങൾ വളരെ കാര്യമായി പഠിപ്പിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ അല്പമെങ്കിലും അവബോധം ദൈവമക്കൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ ത്രിയേക ദൈവത്തിൽ ദൈവം സാരാംശത്തിൽ ഒന്ന്, മൂന്ന് വ്യക്തികളായി വിളങ്ങുന്നു എന്ന് പറയുന്ന ട്രിനിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ ആ സാരാംശം എന്ന വാക്ക് മോർഫയുമായിട്ട് ചേർന്ന് കിടക്കുക. ഇനിയും ആ വാക്യം വായിക്കുമ്പോൾ അല്പം കൂടെ അർത്ഥവത്ത. എന്താ? 2:6 നോക്കിയേ. അവൻ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ദൈവ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ സാരാംശത്തിൽ പൂർണ്ണമായി, ഇന്നർ ക്വാളിറ്റി, ഇന്നർ സബ്സ്റ്റൻസിൽ ദൈവരൂപത്തിലിരിക്കെ, exactly of the same nature and essence as God the Father. പിതാവായ ദൈവത്തിന്റെ അതേ മോർഫെ, അതേ സാരാംശം, ആ സെയിം സബ്സ്റ്റൻസ് ഉണ്ടായിരുന്ന, അതേ സെയിം പ്രകൃതം ഉണ്ടായിരുന്ന ഈ പുത്രൻ, ദൈവ രൂപത്തിൽ ദൈവ സാരാംശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന ഈ പുത്രൻ അങ്ങനെ ഇരിക്കവേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപം എടുത്തു. നോക്കിയേ, വീണ്ടും അവിടെ മോർഫെ വരികയാ. ദൈവരൂപം, ദാസരൂപം. ദൈവം അന്തസത്തിൽ, സാരാംശത്തിൽ, ഉള്ളടക്കത്തിൽ, പ്രകൃതത്തിൽ, പൂർണ്ണ എല്ലാ അർത്ഥത്തിലും ദൈവമായിരുന്ന പുത്രൻ എല്ലാ അർത്ഥത്തിലും ദാസനായി. അതേ വാക്കാണ്. അവിടുന്ന് സാരാംശത്തിൽ, അവിടുന്ന് നേച്ചർ ആൻഡ് സബ്സ്റ്റൻസിൽ തന്നെ ദൈവമാണ്. ആ ദൈവമായിരുന്നവൻ ദാസന്റെ ഒരു വേഷം കെട്ടിയെന്നല്ല. അതാണ് ദാസരൂപം എന്നൊക്കെ പറഞ്ഞാൽ, ഓ പുറമെ ഒരു ദാസനെ പോലൊക്കെ ആയെന്ന ഒരു ആശയം മാത്രം നമ്മുടെ മനസ്സിൽ വരുന്നു. പക്ഷെ പൗലോസ് പറയുന്നത് അതിനേക്കാൾ ഡീപ്പാ. എന്താ? ഹി വാസ് ടോട്ടലി ഇൻ ദ വെരി നേച്ചർ ഓഫ് എ സെർവന്റ്. ഒരു ദാസന്റെ ആ പ്രകൃതം പൂർണ്ണമായി എടുത്തു. ദാസന്റെ ഒരു പുറം വേഷം കെട്ടിയെന്ന് മാത്രമല്ല, താൻ റിയലി ഒരു ദാസനായി, എല്ലാ അർത്ഥത്തിലും ഒരു ദാസനായി. എല്ലാ അർത്ഥത്തിലും അവിടുത്തെ മനുഷ്യത്വം ഒരു വേഷം കെട്ടല്ലായിരുന്നു, തന്റെ ആന്തരിക പ്രകൃതവും സ്വഭാവമായിരുന്നു. ഇതെങ്ങനെ പോസിബിൾ ആകുന്നത്? ഇതെങ്ങനെ സാധ്യമാകുന്നത്? പ്രകൃതത്തിലും സ്വഭാവത്തിലും ദൈവമായിരുന്നയാൾ പ്രകൃതത്തിലും സ്വഭാവത്തിലും ഒരു ദാസനായി തീരുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയിൽ എങ്ങനെ ഈ രണ്ട് പ്രകൃതങ്ങൾ വരുന്നത്? ഈ അത്ഭുതം എന്താ? ഈ ബൈബിൾ ആശയം എന്താ? ഇതെങ്ങനെയാണ് നമ്മുടെ ഈ 1300 ഗ്രാമുള്ള ഈ കൊച്ചു തലച്ചോറിലേക്ക് ഈ സത്യങ്ങൾ പതിയുന്നത്? സംശയം വേണ്ട, പൗലോസ് അടുത്ത വാക്കുകളിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒന്ന് അൺപാക്ക് ചെയ്യുക. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനൊന്ന് അൺബോക്സ് ചെയ്യുക. എന്താ അടുത്ത പ്രയോഗം? ഒന്ന് നോക്കിയേ. അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദൈവരൂപം, സാക്ഷാൽ ദൈവമായിരുന്നവൻ സാക്ഷാൽ ദാസനായി, എല്ലാ അർത്ഥത്തിലും ദാസനായി. എങ്ങനെ? 8-ാം വാക്യം. മനുഷ്യ സാദൃശ്യത്തിലായി. He became a human in all respect. ഒരു മനുഷ്യന്റെ എല്ലാവിധമായ സ്വഭാവ
ഗുണങ്ങളുള്ള ഒരു മാനവികത താൻ ഏറ്റെടുത്തു. മനുഷ്യ സാദൃശ്യത്തിൽ എല്ലാ അർത്ഥത്തിലും യേശു തമ്പുരാൻ വിളങ്ങി. എങ്ങനെയാ അത് ആ വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനുഷ്യ സാദൃശ്യത്തിലായി. ഇനി ശ്രദ്ധിക്കണം, വളരെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന പ്രയോഗമാണ്, പലരും തെറ്റിദ്ധരിക്കുന്ന ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമാണ്. തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വ്യാഖ്യാനം ഞാൻ പറയാം. യേശു കർത്താവ് ദൈവത്വം മാറ്റിവെച്ചു. അത് വലിയൊരു അബദ്ധ ധാരണയാണ്, അതൊരു ദുരുപദേശമാണ്. പക്ഷെ ഞാൻ പോലും നമ്മുടെ വേർപെട്ട പ്രസംഗങ്ങളിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്വം താൻ മാറ്റിവെച്ചു. തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ദൈവമായിരുന്നവൻ ദൈവമല്ലാതായെന്നുള്ള ഒരു അർത്ഥമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ യൂറോപ്യൻ മേഖലകളിൽ ഉണ്ടായിരുന്ന ലിബറൽ സ്കോളേഴ്സ്, പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല, ബൈബിളിനെ വിമർശനാത്മകമായി പഠിക്കുന്ന പണ്ഡിതന്മാർ, ബൈബിളിന്റെ വിശ്വാസികതയും ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിച്ച പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഒരു തിയറിയ. അതിനെ വിളിക്കുന്ന പേരാണ് കെനോട്ടിക് ക്രിസ്റ്റോളജി. അവിടേക്ക് ഞാൻ പോയി നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരു വാങ്ങലാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു വച്ചിരിക്കുന്നത്. യേശു കർത്താവ് ദൈവത്വം മാറ്റിവെച്ചു. നോ നോ, ദാറ്റ്സ് എ ബ്ലാസ്ഫെമിയസ് സ്റ്റേറ്റ്മെന്റ്. അത് ദൈവദൂഷണമാണ്. യേശു കർത്താവ് ദൈവത്വം ഉരിഞ്ഞു വെച്ചെന്നല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. അവിടുന്ന് ആരായിരുന്നു അനാദിനിത്യതയിൽ? പിതാവിനോട് മുഖാമുഖ കൂട്ടായ്മ ആചരിച്ചപ്പോൾ അവിടുന്ന് ആരായിരുന്നു? അതേ പ്രകൃതം, ആ ദൈവത്വം തന്നിൽ മനുഷ്യത്വത്തിലും അതേ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്വം മാറ്റിവെച്ചില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ആ വാക്യം നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകും. ദൈവത്തോട് സമനായിരുന്നവൻ, ദൈവരൂപത്തിലിരുന്നവൻ എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു. ആ സാദൃശ്യം, മനുഷ്യ സാദൃശ്യത്തിൽ, ഇൻ ഓൾ റെസ്പെക്ട് ഹി ബിക്കേം എ ഹ്യൂമൻ. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. മലയാളം പ്രയോഗത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. ഞാൻ അതിന്റെ ഇംഗ്ലീഷൂടെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. തന്നെത്താൻ ഒഴിച്ചു, മനുഷ്യ വേഷത്തിൽ വിളങ്ങി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ അല്പം കൂടെ മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് എൻ്റെ കൂടെ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണമേ. Verse 7, but emptied himself by taking. അത് മലയാളത്തിൽ 6-ാം വാക്യമാണ്. എങ്ങനെയാണ് തന്നെത്താൻ ഒഴിച്ചത്? എങ്ങനെയാണ് യേശു കർത്താവ് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായെന്ന് പറയുമ്പോൾ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപം എടുത്തു? 2 വാക്കാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒഴിച്ചു, എടുത്തു. മലയാളത്തിൽ എടുത്തു എന്ന് ആദ്യം വരുന്നു, പിന്നെ ഒഴിച്ചു എന്ന് വരുന്നു. അത് ഏതൊരു ഫോർമാറ്റിലായാലും ഏതൊരു ഓർഡറിലായാലും നമുക്കത് വിഷയമല്ല മനസ്സിലാക്കാൻ. വളരെ സിമ്പിൾ ആണ്. യേശു കർത്താവ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത് എന്തോ തന്നിൽ ഉണ്ടായിരുന്നെന്ന് മാറ്റിവെച്ചെന്നല്ല, തൻ്റെ ദൈവപ്രകൃതത്തിന്റെ പുറത്തേക്ക് ദാസപ്രകൃതം, മനുഷ്യപ്രകൃതം എടുത്തു. ഇറ്റ് ഇസ് സബ്ട്രാക്ഷൻ ബൈ അഡീഷൻ. എന്തോ മാറ്റിവെച്ചെന്നല്ല, തന്നെത്താൻ ഒഴിച്ചു, ദാസരൂപം എടുത്തു. ഈ എടുത്തപ്പോഴാണ് ഈ ഒഴിഞ്ഞെന്നുള്ള ആശയം വരുന്നത്. ഞാൻ ഒരു 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ വ്യക്തമാകും. ഇവിടെ പറയുന്നതിന്റെ ആശയം വളരെ സിമ്പിളാണ്. യേശു ജഡത്തിൽ അവതരിച്ചപ്പോൾ, ഇൻകാർണേഷൻ നടന്നപ്പോൾ ഡിവിനിറ്റി മാറ്റിവെച്ചില്ല. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാ? മനുഷ്യപ്രകൃതം ദൈവപ്രകൃതത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ അവിടെ ഒരു ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞാൽ 2 നേച്ചേഴ്സ് ഉള്ള ഒരു പുതിയ വ്യക്തിത്വം വന്നു. എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിയെ ഇങ്ങോട്ട് എടുത്തപ്പോൾ യേശു കർത്താവിന് പരിമിതികൾ വന്നു.
അവിടുത്തെ ഡിവിനിറ്റിയിൽ മനസ്സിലാകാൻ വേണ്ടി, അവിടുത്തെ ഡിവിനിറ്റിയിൽ, അവിടുത്തെ ദൈവത്വത്തിൽ അവിടുന്ന് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. പക്ഷെ അവിടുത്തെ ഹ്യൂമാനിറ്റി ഒഴിച്ചു എന്ന് പറയുമ്പോൾ ഈ ഡിവിനിറ്റിക്ക് മുകളിലേക്ക് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യം ഇങ്ങോട്ട് ഏറ്റെടുത്തപ്പോൾ തൻ്റെ പരിമിതികൾ, മനുഷ്യ സാദൃശ്യത്തിലുള്ള പരിമിതികൾ ഈ ദൈവത്വത്തെ മൂടി. എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന്റെ പരിമിതി എടുത്തു. തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്വം എങ്ങോ മാറ്റിവെച്ചെന്നല്ല, ആ ദൈവത്വത്തിന്റെ പുറത്തേക്ക് മനുഷ്യ ഉടൽ ധരിച്ചപ്പോൾ മാനവികതയെ പൂർണ്ണമായി, ദേഹം, ദേഹി, ചിന്ത, ഇച്ഛ, ഈ മാനവിക ഇഷ്ടം, വിൽ, മൈൻഡ്, ബോഡി, ഇമോഷൻസ്, ഹ്യൂമാനിറ്റിയുടെ സ്വഭാവഗണങ്ങളെ തങ്കലേക്ക് ഏറ്റെടുത്തപ്പോൾ തൻ്റെ ദൈവത്വത്തിന്റെ ആ നിത്യസാധ്യതകൾ മനുഷ്യത്വത്തിന്റെ പരിമിതിക്കുള്ളിൽ വന്നു. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ അല്പം കൂടെ അത് ക്ലിയർ ആകും. വളരെ സിമ്പിളായ ഡേ ടു ഡേ ലൈഫിലെ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഒരു നല്ല വാഹനം, ഒരു പ്രീമിയം, ഒരു ലക്ഷറി കാർ ഒരു വ്യക്തിക്ക് മേടിക്കണം എന്നിരിക്കട്ടെ, ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ലക്ഷറി കാർ, ഏത് ബെൻസ് ആകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടിയ വാഹനമാകട്ടെ, ഈ ലക്ഷറി കാർ മേടിക്കാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ ഒരു ഷോറൂമിൽ പോയി, ഒരു പ്രീമിയം കാറിന്റെ ഷോറൂമിൽ പോയി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. അവരെനിക്ക് വണ്ടിയുടെ കീ തരും. പുതിയ ആധുനിക സൗകര്യങ്ങളുള്ള മിന്നിത്തിളങ്ങുന്ന വാഹനത്തെ ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുകയാണ്. ആശയം മനസ്സിലാകാൻ വേണ്ടി വളരെ സിമ്പിളായ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ ടെസ്റ്റ് ഡ്രൈവിന് ഈ വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടി ഷോറൂമിൽ ഒരു തരി പൊടി പോലും പറ്റാതെ വച്ചിരുന്ന ഈ വെട്ടിത്തിളങ്ങുന്ന വാഹനത്തെ ഞാൻ എല്ലാ വഴികളിൽ കൂടി ഒന്ന് ഓടിച്ച് ഇതിന്റെ കപ്പാസിറ്റി ഒന്ന് അറിയണ്ടേ, ഇതിന്റെ 4 വീൽ ഡ്രൈവ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ ഇച്ചിരൂടെ ഊടുവഴിയിൽ കൂടി, കാട്ടിൽ കൂടി ഒക്കെ കയറ്റി ഇറക്കി, ചള്ളയിൽ കൂടി, പോട്ട് ഹോൾസിൽ കൂടി, അങ്ങനെ ഈ വണ്ടി ഞാൻ കൊണ്ടുപോകാമെന്ന എല്ലാ ടെറൈനിൽ കൂടി കൊണ്ടുപോയി തിരിച്ച് ഈ ഷോറൂമിൽ കൊണ്ടുവന്നിരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറയുക. അപ്പോൾ മിന്നി വെട്ടിത്തിളങ്ങുന്ന ഈ വണ്ടി ഷോറൂമിൽ തിരിച്ചെത്തിയപ്പോൾ കാർ ഡീലർ എന്നെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഈ വണ്ടിയെ നശിപ്പിച്ചല്ലോ, എവിടൊക്കെ കൂടെയാണ് ഈ വണ്ടി കൊണ്ടുപോയത്? ഈ വണ്ടിയുടെ മൊത്തം സൗന്ദര്യത്തെ നിങ്ങൾ കെടുത്തിക്കളഞ്ഞല്ലോ. ആ കാർ ഡീലർ അങ്ങനെ പറഞ്ഞാലും അതിനൊരു നല്ലൊരു കാർ വാഷ് കൊടുക്കുമ്പോൾ അതിന്റെ പഴയ ഭംഗി അതിന് തിരിച്ചു കിട്ടും. കാരണം എന്താ? ഈ കാറിൽ നിന്നൊന്നും നഷ്ടമായില്ല. കുറെ ചള്ളയും അഴുക്കും പൊടിയും കുറെ ചെളിയും മണ്ണും ഒക്കെ ഇതിൽ പറ്റി ഇതിന്റെ ഭംഗിയും സൗന്ദര്യവും മൂടിപ്പോയെന്നല്ലാതെ ഇതിന്റെ സൗന്ദര്യം ആരും എടുത്തു കളഞ്ഞില്ല. ഇറ്റ് ഇസ് കേക്ക്ഡ് വിത്ത് മഡ്, ഇറ്റ്സ് ഫുൾ ഓഫ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, ബട്ട് nothing has been taken away from the brand new luxury car. All that is added to it has decreased its beauty, has decreased its looks. ആ വാഹനത്തിലേക്ക് പ്രത്യേകിച്ചൊന്നും ആ വാഹനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ആ വാഹനത്തിലേക്ക് ഈ പൊടിപടലങ്ങളും ഈ അഴുക്കും ചള്ളയും ഒക്കെ പറ്റിയപ്പോൾ അതിന്റെ ആ ഉള്ള സൗന്ദര്യം മറഞ്ഞുപോയി. എന്താ ഞാൻ പറയുന്നത്? വളരെ ബാലിശമായ, വളരെ പരിമിതികളുള്ള ഒരു ഉദാഹരണമാണ്, ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് ടു ഗെറ്റ് ദ പോയിന്റ് അക്രോസ്, അവിടുന്ന് ദാസരൂപം എടുത്തു, തന്നെത്താൻ ഒഴിച്ചു എടുത്തു എന്ന് പറയുമ്പോൾ എന്തോ യേശു കർത്താവ് മാറ്റിവെച്ചെന്നല്ല, ഈ ദാസരൂപം എടുത്തപ്പോൾ തന്റെ അസൽ ഉള്ളിലെ ദൈവത്വം, ആ പ്രകൃതം, ദൈവിക പ്രകൃതത്തെ ഈ ദാസ്യ പ്രകൃതം, ഈ മാനവിക പ്രകൃതം മറച്ചു. ഒരു ഉദാഹരണങ്ങളോട് ഞാൻ പറയുമ്പോൾ കാര്യം അല്പം കൂടെ വ്യക്തമാകുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഈ കാറിന്റെ ഉദാഹരണം പറഞ്ഞത് ഒന്നും അതിൽ നിന്ന് ഡിമിനിഷ് ചെയ്തില്ല, ഒന്നും ഡിസ്ട്രോയ് ചെയ്തില്ല. പക്ഷെ അതിന്റെ ആട്രിബ്യൂട്ട്സും ക്വാളിറ്റിയെ ഈ ചള്ള മറച്ചതുപോലെ യേശു കർത്താവിൽ നിന്ന് ഒരു സ്വഭാവവും മാറ്റിവെച്ചില്ല.
പക്ഷെ മനുഷ്യത്വം ഏറ്റെടുത്തപ്പോൾ ആ ദൈവത്വം അതിനാൽ മറയ്ക്കപ്പെട്ടു. മറ്റൊരു ഉദാഹരണം, ഇച്ചിലൂടെ ഇതിനോട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഉദാഹരണം ഞാൻ പറയാം. ഒരു രാജാവ്, ആ രാജാവ് വലിയ ആർഭാടത്തിൽ ജീവിക്കുന്നു. തന്റെ പ്രജകളൊക്കെ വളരെ തന്നിൽ പുകഴുന്നു, പ്രശംസിക്കുന്നു. തനിക്ക് വേണ്ടിയ പരിചരണങ്ങളുണ്ട്, കാവൽ ഭടന്മാരുണ്ട്, തനിക്ക് വേണ്ടിയ വിദഗ്ധ ചികിത്സയുണ്ട്. എല്ലാ നിലകളിലും ഏറ്റവും ലക്ഷറിയസായിട്ട് ജീവിക്കുന്ന ഒരു രാജാവ്. ഒരു ദിവസം തന്റെ നാട്ടിൽ കൂടി സഞ്ചരിച്ചപ്പോൾ തന്റെ നാട്ടിൽ കുറെ ഭിക്ഷാടകരെ താൻ കാണുകയാണ്. ഈ ഭിക്ഷാടകരെ കണ്ടപ്പോൾ തന്റെ മനസ്സിൽ ഒരു കൗതുകം, ഒരു ചിന്ത, ഇവരുടെ ജീവിതം എങ്ങനെയാ? ഒരു ഭിക്ഷാടകനായി ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? അവരുടെ ജീവിതത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാ? തന്റെ മനസ്സിൽ ഈ ചോദ്യം വീണ്ടും 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 വന്നതുകൊണ്ട് താൻ തീരുമാനിച്ചു, എനിക്കൊരു ഭിക്ഷാടകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഒന്ന് ജീവിച്ചറിയണം. ഒരു ഉദാഹരണം, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ തന്റെ ആഗ്രഹപ്രകാരം താൻ എന്ത് ചെയ്തു? തന്റെ രാജ്യ കൊട്ടാരത്തിൽ എല്ലാവരെയും അറിയിച്ച് തന്റെ ഏറ്റവും മോടിയുള്ള വസ്ത്രങ്ങളെല്ലാം ഊരി വെച്ചിട്ട് താൻ എന്ത് ചെയ്തു? ഭിക്ഷാടകന്റെ ദുർഗന്ധം വമിക്കുന്ന കീറിപ്പറിഞ്ഞ വസ്ത്രമെടുത്ത് ഭിക്ഷാടകന്റെ പരിമിതിയുള്ള ഒരു വേഷം താൻ ധരിക്കുകയാണ്. എന്നിട്ട് ഭിക്ഷാടകന്മാർ ജീവിക്കുന്ന ആ കോളനിയിലേക്കോ ആ ചേരിയിലേക്കോ താൻ പോകുകയാണ്. അവിടെയുള്ള ആർക്കും താൻ ആരാന്നറിയത്തില്ല. രാജാവിന് വിശന്നപ്പോൾ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ ഷെഫിനെ വിളിച്ച് ആ ഷെഫിന്റെ ആഹാരം മാത്രം കഴിക്കുന്ന രാജകൊട്ടാരത്തിലെ രീതി ഭിക്ഷാടകരുടെ ഇടയ്ക്ക് ജീവിക്കുമോ? നടക്കുമോ? ഇല്ല. തനിക്ക് ഇഷ്ടമുള്ള ആഹാരം തനിക്ക് കിട്ടത്തില്ല. തനിക്കൊരു അസുഖം വന്നെന്നിരിക്കട്ടെ, ആ അസുഖം ചികിത്സിക്കുവാൻ ആ നാട്ടിലെ ഏറ്റവും വിദഗ്ധ വൈദ്യന്മാർ തനിക്ക് പരിചരണത്തിലുണ്ട്. പക്ഷെ ഭിക്ഷാടകനായതുകൊണ്ട് തനിക്ക് ആ പരിചരണം സ്വീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജാവ് രാജാവല്ലാതായി മാറിയോ? ഏതെങ്കിലും നിമിഷം ആ രാജാവിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാജ്യ പദവികളെ തനിക്ക് അനുഭവിക്കാം. പക്ഷെ അങ്ങനെ അനുഭവിച്ചാൽ പിന്നെ ഭിക്ഷാടകനായി തുടരാൻ കഴിയത്തില്ല. അപ്പൊ ഭിക്ഷാടകനാകുമ്പോഴും യാചകനാകുമ്പോഴും തന്റെ ആനുകൂല്യങ്ങളെ, പദവികളെ, പ്രിവിലേജസിനെ താൻ യൂസ് ചെയ്യുന്നില്ല. കാരണം തന്റെ ഈ പുതിയ ഐഡന്റിറ്റി, the life of the beggar that he chose to be has necessarily restricted and limited his expressions connected to his royal kingship. അവിടുത്തെ രാജ്യത്വത്തിന്റെ പദവികളും ആനുകൂല്യങ്ങളും അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം തന്റെ ഈ പുതിയ ഐഡന്റിറ്റി തന്നെ പരിമിതപ്പെടുത്തി. എന്താ ഞാൻ ഇത് പറയാൻ താല്പര്യപ്പെട്ടത്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. രാജാവ് ഭിക്ഷാടകനായത് ഒരു വളരെ 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 പരിമിതവും ബാലിശവുമായ ഉദാഹരണമാണ്. പക്ഷെ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ഉടയവൻ ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയ അണുകോശമായി വന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ച് മനുഷ്യ ശരീരത്തിന്റെയും പ്രകൃതത്തിന്റെയും എല്ലാ പരിമിതികളും ഏറ്റെടുത്തു. അങ്ങനെ ദാസരൂപം ഇങ്ങോട്ടെടുത്തത് നിമിത്തം തന്റെ ദിവ്യമായ പദവികളും പെറോഗേറ്റീവ്സും പ്രിവിലേജസും ആനുകൂല്യങ്ങളും താൻ ഉപയോഗിക്കുവാൻ വിസമ്മതിക്കുകയാണ്. അല്ലാതെ ദൈവത്വം മാറ്റിവെക്കുകയല്ല, അല്ലാതെ ദൈവപ്രകൃതം ശൂന്യമാക്കുകയല്ല, ദൈവപ്രകൃതത്തെ ഒഴിച്ചു പുറത്ത് കളയുകയല്ല. emptied himself എന്ന് പറയുമ്പോൾ, തന്നെത്താൻ ഒഴിച്ചെന്ന് പറയുമ്പോൾ ദൈവത്വത്തെ എങ്ങോട്ട് ഒഴിച്ചു മാറ്റി വെച്ചെന്നല്ല. മനുഷ്യത്വം പുറമേ ധരിച്ചപ്പോൾ ഈ ദൈവത്വം ഈ മനുഷ്യത്വം നിമിത്തം പരിമിതപ്പെട്ടു പോയി. ദൈവത്വത്തിലുള്ള ജ്ഞാനവും സർവജ്ഞാനവും സർവശക്തിയും സർവവ്യാപിത്വവും ആ ദൈവത്വത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിവിലേജസിനെയും മനുഷ്യത്വം, മാനവിക ശരീരവും പ്രകൃതിയും പരിമിതപ്പെടുത്തിയതാണ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ. നമ്മുടെ ഇന്നത്തെ സമയം അത് വളരെ മുൻപോട്ട് പോയല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, എനിക്കറിയാം അല്പം ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നത്തില്ലായിരിക്കാം.
പക്ഷേ ഇതാണ് ലോകം കണ്ടതിലും ഏറ്റവും വലിയ താഴ്മയുടെ മകുടോദാഹരണം. ദൈവമായിരുന്നവൻ മനുഷ്യനായെന്ന് മാത്രമല്ല, ദാസനായി, ദാസരൂപം, ദ മോർഫേ ഓഫ് എ സ്ലേവ്, ഒരു ഡൂലോസിന്റെ, ഒരു അടിമയുടെ രൂപവും ഭാവവും പ്രകൃതവും ഏറ്റെടുത്ത്. അടുത്ത വാക്യം എന്താ പറയുന്നത്? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനലിനെ പോലെ മരിക്കുകയാണ്. ദൈവം മനുഷ്യനാകുന്നു, മനുഷ്യനായി ദാസനാകുന്നു. ദാസനായെന്ന് മാത്രമല്ല, അന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും ലജ്ജാകരവും ഏറ്റവും മൃഗീയവുമായ ഒരു ക്രിമിനലിന് മാത്രം, ഏറ്റവും ക്രൂരനായ കുറ്റവാളിക്ക് മാത്രം വെച്ചിരിക്കുന്ന വധശിക്ഷയ്ക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, ദിസ് ഈസ് ദ സ്റ്റുപ്പൻഡസ് ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്. യേശു കർത്താവിന്റെ ആ താഴ്മ നമ്മുടെ നിഗളങ്ങളെ ഇടിച്ചു പൊളിക്കട്ടെ. ഓ, നമ്മുടെ ഈ പരിമിതമായ ലോക ജീവിതത്തിലുള്ള ദൈവം തന്ന പരിമിതമായ നന്മകളിൽ എന്തൊരു അഹങ്കാരമാ, എന്തൊരു നിഗളമാ, എന്തൊരു അഹന്തയാ. ഈ അഖിലാണ്ടത്തെ മൊത്തം ഒന്ന് എടുത്തു നോക്കിയാൽ അതിലെ ഒരു ചെറിയൊരു പന്തിന്റെ പോലും വലിപ്പമില്ല ഈ സൗരയൂഥത്തിന്. ഈ സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗോളത്തിലെ ഏതോ ഒരു നാട്ടിൽ, ഏതോ ഒരു കൺട്രിയിലെ, ഏതോ ഒരു ചെറിയ കൗണ്ടിയിൽ, ഏതോ ഒരു പഞ്ചായത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയുടെ ബഹുത്വം വെച്ച് നോക്കിയാൽ നമ്മൾ ഒന്നുമില്ല, മനുഷ്യരൊന്നുമില്ല. The most insignificant speck of dust in the universe. ഈ പ്രപഞ്ചത്തിലെ, ഈ ബ്രഹ്മാണ്ടത്തിലെ ഒരു മണൽത്തരിയുടെ പോലും വലിപ്പമില്ലാത്ത ഏറ്റവും ഇൻസിഗ്നിഫിക്കന്റ് ആയ ആളുകളാണ് നമ്മൾ. പക്ഷെ നമുക്ക് നമ്മളിൽ തന്നെ എന്തൊരു അഹന്തയാ, എന്തൊരു അഹങ്കാരമാ. ആ അഹങ്കാരങ്ങളെല്ലാം തകർന്നു പോകുന്നത് ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവം ഈ ഏറ്റവും താഴ്ചയുള്ള മനുഷ്യപ്രകൃതത്തെ ധരിച്ച് മനുഷ്യനായി തീർന്ന്, ദാസനായി തീർന്ന്, അടിമയുടെ അതേ പ്രകൃതം ഏറ്റെടുത്ത് ഒരു ക്രിമിനലിനെ പോലെ മരിക്കുവാൻ സന്നദ്ധനായത്, മരിച്ചതാണ് മനുഷ്യൻ കണ്ടതിലെ ഏറ്റവും വലിയ താഴ്മ. ആ താഴ്മ നമ്മളെ ഇന്ന് രാത്രികാലം വെല്ലുവിളിക്കട്ടെ. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. മനുഷ്യത്വത്തിന്റെ ആരംഭം എവിടാ? ജഡ-അവതാരത്തില. ആ ജഡ-അവതാരത്തിലെ ആരംഭം നമുക്ക് തരുന്ന പാഠം എന്താ? പാഠം ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം മനുഷ്യനായി തീർന്നത് സ്വർഗോന്നതികളിലിരുന്നവൻ, സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ, തേജസ് വാരിച്ചുറ്റിയവൻ, അഖിലാണ്ടത്തെ ഒറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവൻ, ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ, ഒരു തച്ചന്റെ കുടുംബത്തിൽ, ഒരു യഹൂദ കൗമാരക്കാരിയായ മാറയെന്ന്, കയ്പെന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ ജനിച്ചത്, ജനിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് അഖിലാണ്ടത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം. The miracle of incarnation must bring us to our feet in humble adoration to our blessed Savior. ഈ വാക്കുകളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ക്ലാസ്സുകൾ, ഈ വിഷയം നമ്മൾ കർത്താവ് തരുന്ന ആ സാവകാശത്തിനനുസരിച്ച് അല്പം കൂടെ നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.